ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മലയാള പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് കിനാവ് എന്നാണ്. കിനാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്വപ്നം. അപ്പം നമുക്ക് ഈ യൂണിറ്റിലേക്കുള്ള പ്രവേശകമായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു അമേരിക്കൻ എഴുത്തുകാരനായ റിച്ചാർഡ് ബാക്കിൻ്റെ ജൊനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്കത് നോക്കാം. മറ്റ് കടൽക്കാക്കകളെ പോലെ താണു പറന്ന് ഇരതേടി പിടിച്ച് ഒതുങ്ങിക്കൂടാൻ ആവുമായിരുന്നില്ല ജോനാഥന്. കൂടുതൽ ഉയരത്തിൽ പറക്കുന്നവനെ കൂടുതൽ ദൂരം കാണാനാവൂ എന്നവൻ വിശ്വസിച്ചു. ഇരുളിനെ കീറി മുറിച്ച് ഉയർന്നു പറക്കാൻ അവൻ പരിശീലിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ മറ്റ് കടൽക്കാക്കകളെ നമുക്കറിയാമല്ലോ. സാധാരണ കടൽക്കാക്കകൾ കടലിന്റെ പരിസരങ്ങളിലും ആ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ ഇരതേടി പിടിച്ച് അധികം ദൂരത്തിൽ പറക്കാതെ അവിടെയൊക്കെ ഇങ്ങനെ കഴിയുന്നവരാണ്. എന്നാൽ നമ്മുടെ ജോനാഥൻ അങ്ങനെ ആയിരുന്നില്ല, മറ്റു കടൽക്കാക്കകളെ പോലെ ആയിരുന്നില്ല. അവൻ വിശ്വസിച്ചത് ഉയരത്തിൽ പറക്കുന്നവന് മാത്രമേ കൂടുതൽ ദൂരം കാണാനാവൂ എന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവന് ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് ഉയരത്തിൽ പറക്കാൻ നിരന്തരം പരിശീലിച്ചു കൊണ്ടേയിരുന്നു. അപ്പം മറ്റു കടൽക്കാക്കകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് നമ്മുടെ ജോനാഥൻ എന്ന് ഇവിടെ വ്യക്തമാണ്. ഇവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. കടൽക്കാക്കകളുടെ പാരമ്പര്യം, മാന്യത എല്ലാം ഇവൻ തകർക്കും. കൂട്ടത്തിലെ മുതിർന്നവർ അവനെ വിസ്തരിച്ചു. തീറ്റ തേടാൻ, ആവുന്നിടത്തോളം ജീവനോടെ ഇരിക്കാൻ ഈ ലോകത്തേക്ക് നമ്മെ വിട്ടിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും അറിയില്ലല്ലോ ജോനാഥ. ഇത്തിരി പോന്ന ഈ ജീവിതത്തിൽ പിന്നെ എന്തിനാണ് നീ നമ്മുടെ മാനവും മര്യാദയും കളഞ്ഞു കുളിക്കുന്നത്? അപ്പൊ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ് അല്ലെ, വ്യത്യസ്തമായി ചിന്തിക്കുന്നവരെ അല്ലെങ്കിൽ പുതിയ വഴികൾ കണ്ടെത്തുന്നവരെ, മുന്നോട്ട് പോകാനായിട്ട് പുതിയ പാതകൾ കണ്ടെത്തുന്നവരൊക്കെ എപ്പോഴും ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുമല്ലോ നമ്മുടെ സമൂഹം. അതുപോലെ തന്നെ കടൽക്കാക്കകളിൽ മുതിർന്ന ആള് ഇവനെ കൂട്ടം കൂടി നിന്ന് വിസ്തരിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മളെ ഇവിടേക്ക് എന്തിനാ വിട്ടിരിക്കുന്നത്? തീറ്റ തേടാൻ, ആവുന്നിടത്തോളം ജീവനോടെ ഇരിക്കാൻ ആണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വളരെ ചെറിയൊരു ജീവിതകാലം മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാണ് നമ്മൾ നമ്മുടെ മാനവും മര്യാദയും കളഞ്ഞു കുളിക്കുന്നത്? നമ്മൾ ഇതുവരെ ജീവിച്ച രീതിയിൽ നിന്ന് എന്തിനാണ് വ്യത്യസ്തമായി ചിന്തിക്കുന്നത്? എന്തിനാണ് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നത്? ഇതാണ് അവന് നേരിടേണ്ടി വന്ന ചോദ്യം. 1000 കൊല്ലം മീന്തലുകൾക്ക് പിറകെ നാം പരക്കം പാഞ്ഞു. ഇനി അത് പോരാ, നമുക്ക് ജീവിക്കണം. തീർച്ചയായും നമുക്ക് ജീവിക്കേണ്ടതിന് ഒരു ന്യായമുണ്ട്. പഠിക്കേണ്ടതിന്, കണ്ടുപിടിക്കേണ്ടതിന്, സ്വതന്ത്രമാകേണ്ടതിന് എനിക്കൊരു അവസരം തരൂ. ഞാൻ എന്താണ് നേടിയെടുത്തിരിക്കുന്നതെന്ന് കാണിക്കാം. ഇതായിരുന്നു ജോനാഥന്റെ മറുപടി. അപ്പോൾ ഇത്രയും കാലമൊക്കെ ഇങ്ങനെ ജീവിച്ചു അല്ലെ, മീന്തലകൾക്ക് പിന്നാലെ. അത് മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. എന്താണ്? ഇര തേടുക. അപ്പം നമ്മുടെ ജീവിതം പറ്റുന്ന അത്ര മുന്നോട്ട് കൊണ്ടുപോകുക, ഇത് മാത്രമേ നമ്മൾ വിചാരിച്ചോളൂ. പക്ഷേ നമുക്ക് ജീവിക്കണം. എങ്ങനെ? വെറുതെ ജീവിച്ചാൽ പോരാ, പഠിക്കണം, കണ്ടുപിടിക്കണം, സ്വതന്ത്രമാകണം. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എത്ര മഹത്തരമായ ഒരു കാര്യമാണെന്ന് മറ്റ് കടൽക്കാക്കകൾ അറിയുന്നില്ല. അതുകൊണ്ട് അവൻ ആ സ്വാതന്ത്ര്യത്തെ കാക്ഷിക്കുന്ന, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ വില അറിയുന്നവനാണ് ജോനാഥൻ. അതുകൊണ്ടാണ് അവൻ വ്യത്യസ്തനായിരിക്കുന്നത്. മാത്രവുമല്ല, തനിക്ക് പുതിയ വഴികൾ കണ്ടെത്തണം, അത് മെച്ചപ്പെടുത്തണം. ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് പോകണം. അത് തനിക്ക് മാത്രം പോയാൽ പോരാ. ജോനാഥൻ പറഞ്ഞു നിർത്തി. തൻ്റെ ജനം ഇരുളിനെ കീറി മുറിച്ച് ഉയർന്നു പറക്കുന്ന സ്വപ്നമായിരുന്നു അവൻ്റെ മനസ്സു നിറയെ. അവനൊരു കിനാവ് കാണുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ജനം, ആ ഒരു സമൂഹം മുഴുവൻ, ഒരു കടൽക്കാക്കയല്ല, ജോനാഥൻ എന്ന് പറയുന്ന ഒരുവനല്ല, അവൻ്റെ സമൂഹം മുഴുവൻ, അവൻ്റെ ചുറ്റുപാടുമുള്ള അവൻ്റെ സമൂഹം മുഴുവനും ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് ഉയർന്നു പറക്കുന്ന ഒരു സ്വപ്നം. അപ്പം ഇതുപോലെയാണ് സമൂഹത്തിൽ വേറിട്ട് ചിന്തിക്കുന്നവര്, വ്യത്യസ്തരായി ചിന്തിക്കുന്നവര്, ശ്രദ്ധേയരായിട്ടുള്ളവരൊക്കെ എപ്പോഴും പുതിയ വഴികൾ കണ്ടെത്തുന്നവരും സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്നവരും, തനിക്ക് മാത്രമല്ല തൻ്റെ ഒപ്പമുള്ളവർക്കും കൂടി ഉയരങ്ങളിലെത്താനുള്ള സാധ്യതകൾ തേടുന്നവരുമാണ് എന്ന സത്യമാണ് നമുക്ക് ഇവിടെ ഈ ജോനാഥൻ എന്ന് പറയുന്ന കടൽക്കാക്കയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ ജോനാഥൻ എന്ന സങ്കല്പത്തിൽ എന്തൊക്കെ ആശയങ്ങൾ ദർശിക്കാം എന്നൊരു ചോദ്യമുണ്ട്. അവ എത്രമാത്രം പ്രചോദനാത്മകമാണ്? നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ജോനാഥൻ എന്ന സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനം അവന്റെ ലക്ഷ്യമാണ് അല്ലെ. അപ്പം ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. വെറുതെ ഇരതേടുകയും വെറും ഒരു അതിജീവനം മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത് അല്ലെ. ഭക്ഷണം കഴിക്കുക, ജീവിച്ചിരിക്കുക, അത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ ജോനാഥന്. അപ്പൊ ആ ലക്ഷ്യബോധം തീർച്ചയായും നമ്മളെ കൂടെ പ്രചോദിപ്പിക്കുന്നതാണ് അല്ലേ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കുക, ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുക, നമ്മുടെ ഒപ്പമുള്ളവരെയും കൂടി വളരാനും ഉയരാനും സഹായിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പ്രചോദനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. വ്യത്യസ്തനാകാനും സ്വതന്ത്രനാകാനും ഒക്കെയുള്ള ജോനാഥന്റെ ആഗ്രഹം നമ്മളെ കൂടെ തീർച്ചയായും പ്രചോദിപ്പിക്കുന്നത്. മാത്രമല്ല അവൻ്റെ സ്വന്തം ബോധ്യങ്ങൾ, അവന് സ്വന്തമായിട്ടൊരു ബോധ്യമുണ്ട്, ഉറച്ച ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന
ഈ ജൊനാഥൻ എന്ന് പറയുന്ന കടൽക്കാക്ക തീർച്ചയായും നമുക്ക് പ്രചോദനം തരുന്നത് തന്നെയാണ്. നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ പാഠത്തിലേക്ക് കടക്കുകയാണ്. ആ ഒരു കവിതയാണത്. അതിൻ്റെ പേര് സന്ദർശനം എന്നാണ്. കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അദ്ദേഹത്തിൻ്റെ അമാവാസി എന്ന കവിതാഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ കുറിച്ച് അറിയായിരിക്കും. ഒരു കാലഘട്ടത്തിൽ യുവജനങ്ങളെ വളരെയധികം ത്രസിപ്പിച്ച ഒരു കവിയും കൂടിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കേരളീയ യുവത്വത്തെ വളരെയധികം സ്വാധീനിച്ച ഒരു കവിയാണ്. ഒരു തീവ്രമായ അനുഭവങ്ങളുടെ ആവിഷ്കാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ കവിതയും. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകൾ എന്ന് പറയുന്നത് അമാവാസി, ഗസൽ ഒക്കെ തുടങ്ങിയ കവിതകളൊക്കെ വളരെ പ്രശസ്തമായ കവിതകളാണ്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം എന്ന് പറയുന്ന കവിതയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എക്കാലത്തും കവിഹൃദയങ്ങളെ വളരെയധികം പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരു പ്രമേയം തന്നെയാണ് ഇവിടെ കവി സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം അല്ലെ, പ്രണയം എന്ന് പറയുന്ന ഒരു പ്രമേയം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് വ്യക്തികൾ, വളരെ കാലം സ്നേഹിച്ചിരുന്ന പ്രണയികളായിരുന്ന രണ്ട് വ്യക്തികൾ ഏറെക്കാലത്തിന് ശേഷം ഒരു സന്ദർശക മുറിയിൽ കണ്ടുമുട്ടുന്നു. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് അവരുടെ ഓർമ്മയിലേക്ക്, പ്രത്യേകിച്ചും കവി എന്ന് പറയുന്ന ഒരിക്കൽ കാമുകനായിരുന്ന കവിയുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകുപൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ. അപ്പൊ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഇപ്പോൾ പ്രണയിതാക്കളായിട്ടുള്ളവരല്ല, വളരെ കാലങ്ങൾക്ക് മുമ്പ് പ്രണയികളായിരുന്നു. അവർ വേർപിരിഞ്ഞു, എന്തൊക്കെയോ കാരണത്താൽ വേർപിരിഞ്ഞു. ഏറെക്കാലത്തിന് ശേഷം അവര് ഒരു സന്ദർശക മുറിയിൽ കണ്ടുമുട്ടുന്നു. അപ്പോൾ അവിടെ അധിക നേരമായിട്ട് അവര് ആ സന്ദർശക മുറിയിൽ മൗനം കുടിച്ചിരിക്കുകയാണ് അല്ലെ. എന്താണ്? രണ്ടുപേർക്കും പരസ്പരം ഒന്നും പറയാനാവാതെ. മനോഹരമായ ഒരു പ്രയോഗമാണ് കവി ചെയ്തിട്ടുള്ളത്. എന്താണ്? മൗനം കുടിച്ചിരിക്കുക അല്ലെ. നമ്മൾ കാപ്പി കുടിച്ചിരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അല്ല, മൗനം. പരസ്പരം ഒന്നും മിണ്ടാനാവാത്ത ഒരു അവസ്ഥയിൽ സ്വയം നഷ്ടപ്പെട്ടിരിക്കുന്നവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കുക, ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും. ആ ജനലിനപ്പുറം എന്താണ്? പകൽ വെളിച്ചം പൊലിഞ്ഞു പോവുകയാണ്. അതായത് നേരം വൈകിക്കൊണ്ടിരിക്കുകയാണ്. എന്തുപോലെ? ജീവിതം പോലെയാണ്. അപ്പൊ ഈ വെളിച്ചം പൊലിഞ്ഞു പോകുന്നത് ജീവിതം പോലെയാണ് അല്ലെ. ജീവിതം അധികം നൈമിഷികമാണല്ലോ അല്ലെ, കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. അതുകൊണ്ട് ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകുപൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും. ചിറകുപൂട്ടുവാൻ, വിശ്രമിക്കുവാൻ വേണ്ടി, ചേക്കേറാൻ വേണ്ടി ഓർമ്മകളൊക്കെ കൂട്ടിലേക്ക് ചേക്കേറുന്നു. കിളികളൊക്കെ, ഓർമ്മകൾ ആകുന്ന കിളികൾ കൂട്ടിലേക്ക് ചേക്കേറുകയാണ്, വിശ്രമിക്കാൻ ഒരുങ്ങുകയാണ്. ഈ സമയത്തിൽ ഒരു നിമിഷം മറന്ന് പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നു. പരസ്പരം അവര് സ്വയം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അല്ലെ. എന്ത് പറയണം, എന്ത് ചോദിക്കണം എന്നറിയാതെ മൗനം കുടിച്ച് നിശബ്ദരായിരിക്കുന്ന ആ പ്രണയികളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മുറുകിയോ നെഞ്ചിടിപ്പിന്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും. മുറുകിയോ നെഞ്ചിടിപ്പിന്റെ താളം, ആ കണ്ടുമുട്ടലിൽ, ആ യാദൃച്ഛികമായ കണ്ടുമുട്ടലിൽ അവരുടെ മനസ്സിന്റെ താളം മുറുകിയോ അല്ലെ. ആ നിശ്വാസത്തിന്, ആ സംഗീതമുള്ള നിശ്വാസത്തിന് താളം മുറുകിയിട്ടുണ്ടോ എന്നൊക്കെയാണ് അവർക്ക് തോന്നുന്നത്. കാരണം എന്താണ്? അവരൊരു കാലത്ത് പ്രണയികളായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പ്രണയികൾ പ്രണയകാലത്ത് കണ്ടുമുട്ടുമ്പോൾ അവരുടെ നെഞ്ചിന്റെ താളം, മിടിപ്പ് കൂടുന്നതും അല്ലെ, ഒരു നിശ്വാസം ഉണ്ടാവുന്നതുമൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. എങ്കിലും കവി ചിന്തിച്ചു പോവുകയാണ്. മുറുകിയോ നെഞ്ചിടിപ്പിന്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും. പറയുവാനുണ്ട് പൊൻ ചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും. പൊൻ ചെമ്പകം പൂത്ത കരൾ, ആ പ്രണയകാലത്ത് പൂത്തുനിന്ന ചെമ്പകം പോലെ ആയിരുന്ന ആ കരള്, ആ ഹൃദയം ഇന്ന് കരിഞ്ഞു പോയിരിക്കുകയാണ്. എന്താണ്? ആ പ്രണയം നഷ്ടപ്പെട്ടു അല്ലെ. വളരെ അവിചാരിതമായ കാരണങ്ങളാൽ പ്രണയം നഷ്ടപ്പെട്ടു പോയി.
അതുകൊണ്ട് ഇന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ കരള് കരിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പൊൻചമ്പകം പൂത്തെന്ന് പറയുന്ന ഒരു കാലത്ത് പ്രണയം പുഷ്പിച്ചു നിന്ന ആ ഹൃദയം ഇന്ന് ആ കരള് ഇന്ന് കരിഞ്ഞു പോയെങ്കിലും കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയി. ഇന്ന് എനിക്ക് കവിതകൾ പോലും ഇല്ല. കറ പിടിച്ച എൻ്റെ ചുണ്ടില് ഒരു കാലത്ത് ആ പ്രണയം കവിതകൾ കൊണ്ട് നിറച്ചിരുന്നു ആ ചുണ്ടുകളെ. പക്ഷെ ഇന്ന് അവ കരിഞ്ഞു പോയിരിക്കുന്നു. ആ കവിതയൊക്കെ ഇന്ന് വരണ്ടു പോയിരിക്കുകയാണ്. ചിറകു നിർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണ് ഒരു ഏകാന്തരോദനം. എന്തെങ്കിലും ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല, തൊണ്ടയിൽ ഇങ്ങനെ അടഞ്ഞു നിൽക്കുകയാണ്. എന്തുപോലെയാണ്? ഒരു കിളി ചിറകു നിർത്തുവാനാവാതെ വിഷമിക്കുന്നത് പോലെ തൊണ്ടയിൽ എന്തോ പിടയുകയാണ്. എന്തോ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് ഒരു ഏകാന്ത രോദനം, ഒരു കരച്ചിലായിട്ട് മാത്രം ആ കരച്ചിൽ പുറത്തേക്ക് വരുന്നില്ല. അത് തൊണ്ടയിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണ്. അത്രത്തോളം വേദന അവര് അനുഭവിക്കുന്നുണ്ട്. ആ പ്രണയ നഷ്ടത്തിൽ തികച്ചും വേദനിക്കുന്നവർ തന്നെയാണ് അവർ. സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും കനക മൈലാഞ്ചി നീരിൽ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ. ആ പഴയ കാലത്തേക്കാണ് കവി പോകുന്നത്. താൻ പ്രണയിയായിരുന്ന അല്ലെങ്കിൽ കവിതാക്കളായിരുന്ന തങ്ങളുടെ കാലത്തേക്ക് ഒന്ന് പോവുകയാണ്. സ്മരണതൻ ദൂരസാഗരം, സ്മരണ എന്ന് പറഞ്ഞാൽ ഓർമ്മയുടെ ദൂരസാഗരം, ദൂരെ ഒരു സാഗരം പോലെ, കടൽ പോലെയുള്ള സ്മരണകളുണ്ട്, ഓർമ്മകളുണ്ട്. അവർക്ക് ഓർമ്മിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ പ്രണയകാലത്തെക്കുറിച്ച്. ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും, അങ്ങോട്ടേക്ക് വീണ്ടും മനസ്സ് അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ തന്നെ പഴയ ഓർമ്മകളിലേക്ക് കവി പോവുകയാണ്. എന്തൊക്കെയാണ് ആ ഓർമ്മകളെന്ന് നോക്കാം. കനക മൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും, വളരെ മനോഹരമായ ഒരു ഭാവനയാണത് അല്ലെ. കനക മൈലാഞ്ചി നീരിൽ, മൈലാഞ്ചി നീര് കൊണ്ട് തുടുത്ത, അപ്പൊ ആ പെൺകുട്ടിയുടെ തൻ്റെ കാമുകിയുടെ കൈവിരലിൽ മൈലാഞ്ചി നീരിൽ മുക്കിയതായിരുന്നു, അല്ലെങ്കിൽ ആ മൈലാഞ്ചി ഇട്ട കൈകളായിരുന്നു. അത് തുടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ആ തുടുത്ത വിരൽ തൊടുമ്പോൾ കിനാവ് ചുരന്നതും. അപ്പോൾ എത്രത്തോളം പവിത്രമായ ഹൃദ്യമായ ഒരു പ്രണയമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന വരികളാണിത് അല്ലെ. അവളുടെ വിരൽത്തുമ്പിൽ ഒന്ന് സ്പർശിക്കുമ്പോൾ തന്നെ കിനാക്കൾ ഊറി വരികയായിരുന്നു അവൻ്റെ ഹൃദയം നിറയെ. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റെൻ്റെ ചില്ലകൾ പൂത്തതും. മാത്രമാണോ, അവളുടെ മനോഹരമായ നീണ്ട നെടിയ കണ്ണുകളിലെ കൃഷ്ണകാന്തങ്ങൾ, നല്ല മനോഹരമായ അവളുടെ കണ്ണുകളിൽ നിന്ന് വരുന്ന നോട്ടം, കിരണമേറ്റൻ്റെ ചില്ലകൾ പൂത്തു, എൻ്റെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒക്കെ പറയാവുന്ന അല്ലെ ആ ചില്ലകളൊക്കെ പൂവിട്ടതും. അപ്പൊ അവളുടെ ഒരു നോട്ടം മതിയായിരുന്നു അവൻ്റെ ഹൃദയം പൂവിടാൻ. ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ. നിന്റെ കുങ്കുമത്തരികൾ കൊണ്ട് ചിദംബര സന്ധ്യ, നിന്റെ കുങ്കുമത്തരികൾ കടമെടുത്ത് ആ സന്ധ്യയിലുണ്ടായ ചുവപ്പ് ശോഭ അതുപോലും നിന്റെ കുങ്കുമത്തരികൾ വീണതാണ് എന്ന് ഓർക്കുന്ന ഒരു കാമുകന്റെ ഹൃദയമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള പ്രണയിനിയാണ് അയാൾക്ക് അല്ലെങ്കിൽ കവിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയത്. മരണവേഗത്തിൽ ഓടുന്ന വണ്ടികൾ. ഇനി അങ്ങോട്ട് ആ പ്രണയ നഷ്ടം എന്തൊക്കെയാണ് കവിയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്നാണ് സൂചിപ്പിക്കുന്നത്. മരണവേഗത്തിൽ ഓടുന്ന വണ്ടികൾ, നഗരവീഥികൾ, നിത്യപ്രയാണങ്ങൾ, മതിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ, സത്രച്ചുമരുകൾ. ആ പ്രണയനഷ്ടം കവിയെ എത്രത്തോളം തീവ്രമായി ബാധിച്ചു എന്ന് സൂചിപ്പിക്കുന്ന വരികളാണിത്. മരണവേഗത്തിൽ ഓടുന്ന വണ്ടികൾ, നിരന്തരം യാത്രകൾ അല്ലെ, അതും മരണവേഗത്തിലാണ്, മരണത്തെ പോലും ഭയമില്ലാത്ത ആ വേഗതയിലാണ് ഓടുന്നത്. നഗരവീഥികൾ, അത് നഗരങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള യാത്രകളാണ്. നിത്യപ്രയാണങ്ങൾ, അവസാനിക്കാത്ത യാത്രകളാണ്. പിന്നെ അതെവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്? മതിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ. ആ രാത്രികളിൽ എവിടെയെങ്കിലും ചെന്ന് വീഴുന്നത് മദ്യത്തിൽ മുങ്ങിയായിരിക്കും ഒരു പക്ഷേ എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കുന്ന അത്തരത്തിലുള്ള നരകരാത്രികളായിരുന്നു. ഓരോ ദിവസവും കഷ്ടപ്പെട്ട് കഴിച്ചു കൂട്ടുന്ന രാത്രികളായിരുന്നു. സത്രച്ചുമരുകൾ, എവിടെയായിരുന്നു ആ ഉറക്കം? സത്രങ്ങളിലായിരുന്നു. അപ്പം എവിടെയെന്നില്ലാത്ത യാത്രകള്, അതിവേഗത്തിലുള്ള യാത്രകള്, മദ്യത്തിൽ മുങ്ങിയുള്ള ജീവിതം, ഇതൊക്കെയാണ് ആ പ്രണയനഷ്ടം കവിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. ചില നിമിഷത്തിൽ ഏകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭുതായനങ്ങളിൽ. ചില നിമിഷങ്ങളിൽ
സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ ചില നിമിഷങ്ങളിൽ ഏകാഗിയാകുന്ന പ്രാണൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ തൻ്റെ പ്രാണൻ അലയും ആർത്തനായി ദുഃഖിതനായിട്ട് അലയും. എങ്ങോട്ടാണ്? ഭൂതായനങ്ങളിൽ, തൻ്റെ കഴിഞ്ഞ കാലങ്ങളിലേക്ക്, ആ പ്രണയിനിയുമായി ജീവിച്ച കാലങ്ങളിലേക്ക് തൻ്റെ ഓർമ്മ കടന്നു പോകുമ്പോൾ. ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം. ഒരു സാന്ത്വനം പോലെ, ഒരു സമാശ്വാസം പോലെ അവളുടെ മുഖം ഇരുളിൽ അപ്പോൾ ഉദിക്കുമായിരുന്നു. അപ്പോൾ എത്രത്തോളം ആ മുഖം അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മ പോലും അയാളെ എത്രത്തോളം ആശ്വസിപ്പിച്ചിരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അരുതു ചൊല്ലുവാൻ നന്ദി, കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക. ഇനിയിപ്പോൾ എന്താണ്? നന്ദി പറച്ചിലിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താണ്? എന്നേ പിരിഞ്ഞു പോയവരാണ് അല്ലേ? എന്നോ പരസ്പരം നഷ്ടപ്പെട്ടു പോയവരാണ് അവർ. അരുത് ചൊല്ലുവാൻ നന്ദി, കരച്ചിലിന് അഴിമുഖം നമ്മൾ കാണാതിരിക്കുക. ഇനിയിപ്പോൾ ഒരു കരച്ചിലിലേക്ക് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അങ്ങോട്ടേക്ക്, ആ കരച്ചിലിൻ്റെ അഴിമുഖത്തേക്ക് ഇനി പോകുന്നതിൽ അർത്ഥമില്ല. സമയമാകുന്നു പോകുവാൻ. കാരണം ഇതൊരു സന്ദർശന മുറിയാണ് അല്ലേ? അവിടെ അധിക നേരം ഇരുന്ന് പരസ്പരം നഷ്ടപ്പെട്ട് അവിടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല, അല്ലെങ്കിൽ അതിന് അനുവാദമില്ല. അതുകൊണ്ട് സമയമാകുന്നു, നമുക്ക് പോകുവാൻ സമയമാകുന്നു. രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ. നമ്മളെന്നോ പിരിഞ്ഞവരാണ് അല്ലെ? രാത്രിയുടെ നിഴലുകൾ പോലെ നമ്മൾ എന്നെ പിരിഞ്ഞു പോയവരാണ്. അതുകൊണ്ട് ഇനിയും കരച്ചിലിനോ നന്ദി പറച്ചിലിനോ കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ പിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ മനോഹരമായ ഒരുപാട് കാവ്യ ഭംഗിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പൊൻചെമ്പകം പൂത്ത കരൾ, കനക മൈലാഞ്ചി നീരിൽ തുടുത്ത വിരൽ, കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ടു പൂത്ത ചില്ലകൾ. കവിതയിലെ പ്രണയഭാവത്തെ ആവിഷ്കരിക്കുന്ന പ്രയോഗങ്ങൾ എത്രത്തോളം സമർത്ഥമായിട്ടുണ്ട് എന്നിവിടെ വിശദീകരിക്കുക എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. പൊൻചെമ്പകം പൂത്ത കരൾ, ആ പ്രണയത്തിൻ്റെ ആ ഒരു ഭാവമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അല്ലേ? ആ പ്രണയം തന്നെയാണ് ഒരു പൊൻചെമ്പകം പൂത്തതായിട്ട് നമുക്ക് കവി പറയുന്നത്. അതുപോലെ കനക മൈലാഞ്ചി നീരിൽ തുടുത്ത വിരൽ എന്ന് പറയുമ്പോൾ ആ പ്രണയിനിയോടുള്ള കവിയുടെ ആ ഇഷ്ടം, അല്ലെങ്കിൽ അവളുടെ മനോഹരം, അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രണയത്തിൻ്റെ പവിത്രത, അല്ലെങ്കിൽ ആ കയ്യിൽ തൊടുമ്പോൾ തന്നെ ആ സന്തോഷം, അല്ലെങ്കിൽ ആ പ്രണയം പൂവിരിയുന്ന അവസ്ഥ, ഇതൊക്കെ മനോഹരമായിട്ട് പ്രണയഭാവത്തെ ആവിഷ്കരിക്കാനായിട്ട് വളരെ സഹായകമായിട്ടുള്ള വരികളാണ്. അതുപോലെ കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട് പൂത്ത ചില്ലകൾ, അവൻ്റെ ഹൃദയം തന്നെ പൂത്തുലയുകയാണ്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതം തന്നെ ആ പ്രണയം കൊണ്ട് പൂത്തുലയുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കണ്ണിലെ കൃഷ്ണകാന്തം, ആ കാന്തശക്തിയുള്ള അവളുടെ നോട്ടം, അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതം പൂക്കുന്നു, പ്രണയം പൂക്കുന്നു എന്നൊക്കെയുള്ള അങ്ങേറ്റത്തെ പ്രണയത്തെ ഏറ്റവും ഉദാത്തമായ രീതിയിൽ ആവിഷ്കരിക്കാനായിട്ട് ഈ പറഞ്ഞ വാക്കുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങൾ അങ്ങേയറ്റം സമർത്ഥമായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ചില പ്രയോഗ വിശേഷങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, മൗനം കുടിച്ചിരിക്കുന്നു അല്ലേ? ഒരു സവിശേഷമായ ഒരു പ്രയോഗമാണ് അല്ലെ? മൗനം കുടിച്ചിരിക്കുക എന്ന് പറയുന്നത് പരസ്പരം നിശബ്ദരായിരിക്കുക എന്ന് തന്നെ. അപ്പോൾ ആ മൗനം കുടിക്കുന്നതിന് ഒരു പ്രത്യേക ഭംഗി നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ മിഴികളിൽ നഷ്ടപ്പെടുക അല്ലേ? പരസ്പരം നഷ്ടപ്പെട്ടുകൊണ്ട് കണ്ണിൽ നോക്കിയിരിക്കുക എന്ന് പറയുന്നത് പോലെ മിഴികൾ നഷ്ടപ്പെടുക. അതുപോലെ തൊണ്ടയിൽ പിടയുകയാണ് ഒരു ഏകാന്തരോദനം അല്ലേ? ഒരു ഏകാന്തമായ ഒരു കരച്ചിൽ നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുക എന്ന് പറയും അല്ലേ? നമുക്ക് അതിഭയങ്കരമായ ദുഃഖം വരുമ്പോൾ ഇങ്ങനെ തൊണ്ടയിൽ പുറത്തേക്ക് ശബ്ദം വരാതെ കുരുങ്ങിക്കിടക്കുന്നത് പോലെ. അപ്പം ആ ദുഃഖത്തിൻ്റെ തീവ്രത, ആഴം ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വ്യക്തമാകുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഈ വിശദീകരണങ്ങളൊക്കെ നമുക്ക് ഈ പാഠഭാഗത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ കവിതയുടെ ആസ്വാദനമൊക്കെ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇവിടെ വിശദമായിട്ട് നമ്മുടെ കവിതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതിലെ ഓരോ വരികളുടെയും വിശദീകരണം തന്നെ നമുക്ക് ഈ ചോദ്യോത്തരങ്ങളായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ആസ്വാദനത്തിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് എഴുതി തയ്യാറാക്കി നിങ്ങൾ വയ്ക്കുക. അത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കി പഠിക്കുകയും ചെയ്യുക. അപ്പം ഇതാണ് ഈ പാഠത്തെക്കുറിച്ചുള്ള വിശദീകരണം. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠവുമായി വരാം. അതുവരെ നമസ്കാരം.